ഏവർക്കും സ്വാഗതം. പുതിയ വീഡിയോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് 16 റേസ് ടു ലോഗ് എക്സ് ടു ദ ബേസ് 2. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ലോഗരിതത്തിന്റെ ഇൻവേഴ്സ് റൂൾ എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് ലോഗരിതത്തിന്റെ ഇൻവേഴ്സ് റൂൾ പറയുന്നത്? ഇൻവേഴ്സ് റൂൾ പറയുന്നത് എ ടു ദ പവർ ലോഗ് എ റേസ് ടു എക്സ് ടു ദ ബേസ് എ ആണെന്നുണ്ടെങ്കിൽ എ ടു ദ പവർ ലോഗ് എ റേസ് ടു എക്സ് ടു ദ ബേസ് എ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അതിൻ്റെ വാല്യൂ എക്സ് ആയിരിക്കും. നമുക്ക് തന്നിരിക്കുന്നതിൽ നമ്പർ 16 ആണ്, ബേസ് 2 ആണ്. അപ്പോൾ ഈ ബേസ് 2 ആയതുകൊണ്ട് 16 നമുക്ക് ബേസ് 2 മാറ്റുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 16 റേസ് ടു ലോഗ് എക്സ് ടു ദ ബേസ് 2 നമുക്ക് 16 നമുക്ക് എങ്ങനെ എഴുതാം? 2 റേസ് ടു 4 ലോഗ് എക്സ് ടു ദ ബേസ് 2 എഴുതാം. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഫോർമുല പഠിച്ചിട്ടുണ്ട്. എ റേസ് ടു എ ലോഗ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എക്സ് റേസ് ടു എ എന്നാണ്. അല്ലെങ്കിൽ ലോഗ് എക്സ് റേസ് ടു എ എന്ന് പറയുന്നത് എ ലോഗ് എക്സ്. അങ്ങനെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നമ്മൾ പഠിച്ചാൽ മാത്രമേ മനസ്സിലാവും. അപ്പം പവർ ഫ്രണ്ടിൽ വന്നു. അതുപോലെ ഫ്രണ്ടിൽ വന്ന പവറിനെ നമുക്ക് പവറായിട്ട് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു 2 റേസ് ടു ലോഗ് ബേസ് 2. 4 എന്ന് പറയുന്നത് എക്സിന്റെ പവറായിട്ട് മാറും, എക്സ് റേസ് ടു 4. അപ്പം നമ്മുടെ ലോഗരിതത്തിന്റെ ഇൻവേഴ്സ് റൂൾ കണക്കായി എ ലോഗ് എ റേസ് ടു എക്സ് ടു ദ ബേസ് എ 2 ലോഗ് എക്സ് റേസ് ടു 4 ടു ദ ബേസ് 2. അങ്ങനെയാണെങ്കിൽ വാല്യൂ എന്താണ്? പവർ എന്ത് വന്നു അതായിരിക്കും അതിന്റെ വാല്യൂ. ഇവിടെ പവർ എന്താണ്? എക്സ് റേസ് ടു 4. അതിന്റെ ആൻസർ എത്രയാണ്? എക്സ് റേസ് ടു 4. ഇതാണ് ഇതിന്റെ ഉത്തരം. നന്ദി, നമസ്കാരം.